ഇൻഷാ അല്ലാഹ് നമ്മോട് ബഹുമാനപ്പെട്ട കൽത്തറ അബ്ദുൽ ഖാദർ ഉസ്താദ് ഫളൽ തങ്ങളുപ്പാപ്പയായിട്ട് ഏറ്റവും ബന്ധമുള്ള അവിടുത്തെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന രൂപത്തിൽ എല്ലാ സയ്യിദന്മാരോടും ഒട്ടി നിൽക്കുന്ന താജുൽ ഉലമയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ കൂടെ വലിയൊരു ശക്തിയായി നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നതോടൊപ്പം ഈ മഹത്തായ ഉറൂസ് മുബാറക്ക് നടക്കുന്ന ഫളൽ തങ്ങളുപ്പാപ്പയുടെ ഒരു വലിയ സ്നേഹം നൽകി തങ്ങളുപ്പാപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിച്ച് ബഹുമാനിച്ച് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കാം. ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങളെ, വലിയ പ്രഭാഷകരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളോടും സ്ഥാനത്തിനോടും വലിയ സ്നേഹത്തോടും ഒരുമിച്ച് കൂടിയ മാന്യ വ്യക്തികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടിയ വലിയ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങൾ സമാപന ദുആക്ക് വന്ന സ്ഥിതിക്ക് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തങ്ങൾ വലിയ സ്ഥാനം അല്ലാഹു കൊടുത്തു. സുൽത്താൻ്റെ കൂടെ രാവും പകലും കൂടി ആദ്യമായി വിശ്വസിച്ച്, ആദ്യമായി കെട്ടിച്ചു കൊടുത്ത്, ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന വലിയ പോവാനുള്ളവരാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 3 കൊല്ലം റസൂലുള്ളാഹിയുടെ കൂടെ കൂടി ഏറ്റവും കൂടുതൽ ഹദീസ് പഠിച്ച 5000-ഓളം ഹദീസ് റിവായത്ത് ചെയ്യുക, വലിയ സ്ഥാനം. അങ്ങനെ പലർക്കും പല രൂപത്തിലുള്ള ബന്ധങ്ങളാണ് റസൂലുള്ളാഹിനോട്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ജരീറുൽ ബജരി എന്ന് പറയുന്നൊരു സ്വഹാബി, അദ്ദേഹം പറയുന്നു, ഞാൻ എപ്പോഴും റസൂലുള്ളാഹിയുടെ അടുത്തൊക്കെ കടന്നു വന്നാലും എന്നെ തടയാറില്ല. എപ്പോൾ കണ്ടാലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിരിച്ചിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഈ അബ്ദുല്ലാഹി ഇബ്നു ജരീറുൽ ബജരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വാഹനപ്പുറത്ത് കുതിരപ്പുറത്തൊക്കെ കയറിയ വീട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബഹുമാനപ്പെട്ട സ്വഹാബിയുടെ നെഞ്ഞത്ത് ഒരൊറ്റ അടി കൊടുത്തു. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന സംഭവമാണ്. പിന്നീട് അദ്ദേഹത്തിന് ആ പ്രയാസം ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട നുസ്സം തങ്ങൾ എന്ന് പറഞ്ഞ തങ്ങൾ ഏത് പ്രശ്നത്തിനും ബഹുമാനപ്പെട്ടവരെ സമീപിക്കാൻ വരുന്നവർക്ക് മന്ത്രിച്ചു കൊടുക്കലോ അല്ലെങ്കിൽ വേറെന്തോ പറയാലോ ഒറ്റ അടി അടിച്ചു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പല പ്രാവശ്യവും അവരെ വന്നപ്പോൾ ഓങ്ങി അടിക്കുന്ന കണ്ടാൽ ഇപ്പോൾ നെഞ്ഞ് പൊളിഞ്ഞോ വിചാരിക്കും. വേദന ഒന്നാവില്ല, ചെറുങ്ങനെ അടിക്കലാണ്. വരുന്നവരൊക്കെ ആ അടി കൊള്ളാനായിട്ട് വരും. ഞാൻ ഇപ്പോൾ സിയാറത്ത് ചെയ്തപ്പോൾ അവിടുത്തെ മകനോട് പറഞ്ഞു, വാപ്പ അടിക്കുമ്പോലെ ഒന്നിഞ്ഞൊന്ന് അടിക്കുന്ന പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഞാൻ ആ 5-6 കൊല്ലം ചെറുപ്പത്തിൽ 6 വയസ്സ് 7 വയസ്സായപ്പോൾ വാപ്പാൻ്റെ ഒപ്പം നടന്നിട്ടുണ്ട്. അപ്പം ഈ അടീൻ്റെ സംഭവം എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ടവരുടെ അടീൻ്റെ അടിസ്ഥാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അടിച്ച അടിയാണ്. ഈ അടി ബഹുമാനപ്പെട്ട തഹജുൽ ഉലമ അടിക്കാറുണ്ട്. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് അത് ആ അടിക്ക് കൊള്ളൽ കൊണ്ട് ബഹുമാനപ്പെട്ട ചിലപ്പോൾ പിശാച് പോയി പോവും, ചിലപ്പോൾ ബർക്കത്തുണ്ടായി പോവും, ചിലപ്പോൾ ദോഷം പുറത്തു പോവും, ചിലപ്പോൾ രോഗം ശിഫിയാവും. താജുൽ ഉലമാൻ്റെ അടി കൊണ്ട് പലതും ഉണ്ട്. തീരെ കിതാബ് ഇരിക്കാത്ത ആളെ ഒരാളിൽ തന്നെ കൊണ്ടുവന്ന് പാപ്പ പറഞ്ഞു, ഇവരൊന്നും തിരിയുന്നില്ല, ഒറ്റ അടിയായിട്ട് കൊടുത്തു. പാടണമെന്ന് പറഞ്ഞാൽ അൽഫിയ കലാമെന്നാണ് പറഞ്ഞു പോയി. ഓ റഹ്മാനായ റബ്ബേ, ഓരോ ആ അടി യഥാർത്ഥത്തിൽ ആ അടി എന്തടിയാണെന്നറിയും. അടിസ്ഥാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിച്ച ആ അടിയാണ്. അതായത് തങ്ങളുടെ ജീവിതം പഠിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവരെ പറ്റി ഒരു എഴുതിയ ഒരു ചരിത്രമുണ്ട്. എല്ലാ മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളും അത് വാങ്ങി വായിക്കണമെന്ന് ഞാൻ പറയുന്നത്. മരത്തിൻ്റെ തടി പറഞ്ഞിട്ട് തടി വേണം, വേര് വേണം, അങ്ങനെ കൊമ്പ് വേണം, കൊമ്പ് ഇലയും വേണമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
തുടക്കം മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനു മുമ്പ് പ്രവർത്തിക്കുന്നതിന് മുമ്പ് നൂറായ കഥ പറഞ്ഞിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങൾ പറഞ്ഞ് ഒരു രൂപത്തിലുള്ള ന്യൂനതയും ആ കുടുംബത്തിലില്ല എന്ന് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവതരിപ്പിക്കുന്നു. പിതാക്കന്മാരെ മുഴുവനും പറഞ്ഞുകൊണ്ട് അങ്ങനെ മക്കളെ പറഞ്ഞ് ആ അഹ്ലു ബൈത്തിനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നുസ്സം തങ്ങളുടെ പിതാവ് റസൂലുള്ള വരെയുള്ളവരെ പേരതിൽ പറഞ്ഞ് തവസ്സുൽ ചെയ്ത ഒരു നല്ല മൗലൂദാവാണ്. സത്യത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്ത് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വമാണ് ഈ സയ്യിദന്മാരോട് നമ്മൾ കാണുന്നത്. ഇന്ന് സത്യത്തിൽ സിറാജ് വായിച്ചു നോക്കിയപ്പോൾ അവിടുത്തെ പരിപാടിൻ്റെ എല്ലാവരും മിക്കവാറും തങ്ങന്മാരാണ്. ഉദ്ഘാടനം ചെയ്തു സിയാറത്ത് നേതൃത്വം ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് അധികവും സയ്യിദന്മാർ അൽഹംദുലില്ലാഹ്. സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്ന അഴുത്തൈനാക്കൽ കൗസർ സുലൈമാൻ റഈസുൽ ഉലമ ആ ബുക്ക് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഉലമാക്കൾ പഠിച്ചവനെ ഇവർ സുൽത്താനെ പറ്റി ഇങ്ങനെ പറയുന്ന മഹത്തുക്കളായിട്ട് അവരെ ഔലിയാക്കളെ അവതരിപ്പിക്കുകയാണ്. ഔലിയാക്കളെ പരിചയപ്പെടുത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നത്തായില്ലാഹി സക്കത്തരി എന്നാ പറഞ്ഞറിയോ, സുബ്ഹാനമല്ലം യജ്അലി ദലീല ഇലൈഹിം ഇല്ലാ മിൻ ഹൈസു ദലീലു ഇലൈഹി. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പറ്റി പറയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിനെ അറിയുന്നവരാണ് എന്നാണ് പറഞ്ഞത്. ഇബ്നത്തായില്ലാഹി സക്കത്തരി പറഞ്ഞു കേട്ടില്ലേ? ഔലിയാക്കളെ പറയാനും അത് പറയാനും അവരുമായി ബന്ധപ്പെടാനും കഴിയുന്നത് അവരെ അറിയുന്നതിലൂടെ അള്ളാഹുവിനെ അറിയുകയാണ്. സയ്യിദുല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമുൻ ബിൽ ഖിസ്ത്. അള്ളാഹുവിനെ അവിടെ അറിയിക്കാൻ അള്ളാഹു ഇവിടെ ഉണ്ടാക്കിയത് ആലിമീങ്ങളെയാണ്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സിൽ കുമാറാകട്ടെ. അവേലത്തെ ഉറൂസ് അതുപോലത്തെ സയ്യിദന്മാരുടെ ഉറൂസ് ചെറിയ തോതിൽ നടന്നു വന്നത് സത്യത്തിൽ ഇപ്പോൾ ധാരാളം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ വലിയ സംഭവമായി മാറി. അതാക്കി മാറ്റുന്നതിൽ ബഹുമാനപ്പെട്ട ഈ നേതാക്കന്മാരുടെ ഇടപെടലും അവരെഴുത്തും അവരുടെ പ്രഭാഷണവും അതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതെന്താണ്? അത് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്താണ്, അവിടുത്തെ ബഹുമാനമാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ സംഭവങ്ങൾ പറയുമ്പോൾ എത്ര പറയാനുണ്ട്. അവരെ പിതാവിൻ്റെ പിതാവാണെന്ന് തോന്നുന്നു. ഇന്തോനേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ രാജകീയമായി ജീവിച്ച കൊട്ടാരത്തിൽ നിന്ന് വരാൻ ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് വരുമ്പോൾ എല്ലാം ദാഹിദായി ദീനീ പ്രവർത്തനത്തിന് വരാൻ അള്ളാഹുവിൻ്റെ റസൂല് നിർദ്ദേശിച്ചിട്ട് അങ്ങോട്ട് പോരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ശരീഫിൽ മദീനിൻ്റെ വരവ് അങ്ങനെയാണ്. സയ്യിദ് അലവിയിൽ മമ്പറം തങ്ങൾ വന്നത് അങ്ങനെയാണ്. അങ്ങനെ വന്ന ഒരാളാണ് വരുമ്പോൾ കപ്പൽ കിട്ടാതിരുന്ന ബഹുമാനപ്പെട്ടവർ തൻ്റെ ശരീരത്തിലുള്ള മുസല്ലെടുത്ത് പിരിച്ചിട്ട് അതിലൂടെ അവിടെ എത്തിയെന്ന് പറയുന്നത്. ഇത് അനിഷേധ്യമായ ഒരു വലിയ അറിയപ്പെടുന്ന സംഭവമല്ലേ? എത്ര വലിയ കറാമത്താണ്, എത്ര വലിയ അത്ഭുതമാണ്. അങ്ങനെ അവരുണ്ടായ നമ്മുടെ കഥാപുരുഷനായ ബഹുമാനപ്പെട്ട തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ മദ്രസയിൽ പോയാൽ കുട്ടികളോട് പനിയുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം പനിയാവും. അങ്ങനെ അവിടെ മദ്രസ നിർത്തി പിന്നീട് അങ്ങനെ പഠിക്കാനൊന്നും പോയില്ലെങ്കിലും അവരെ പ്രധാന സ്വഭാവം കീശയിൽ എപ്പോഴും മങ്കൂസമൂലം ഉണ്ടാവും. പോരുന്നിടത്തൊക്കെ മങ്കൂസമൂലം തോന്നും. അത് ഓദിക്കലും കേൾക്കലും ഒക്കെ വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള വലിയ പ്രിയം. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ റസൂൽ അടിച്ചതുപോലെ ആ അടിയാണ് അവരടിച്ചിരുന്നത്. അല്ലാഹു അവിടുത്തെ മക്കളും ബന്ധക്കാരൊക്കെ ആളുകൾക്ക് വലിയ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാർ തേഞ്ഞിപ്പാലത്ത് ബഹുമാനപ്പെട്ടത് എൻ്റെ നാട്ടിൽ ഇവിടുത്തെ ഫദ്ല് തങ്ങളുമായി ഒരു പരിപാടിക്ക് വന്നത് ഞാൻ എപ്പോഴും ഓർക്കും. MK കോലിയാരും വലിയൊരു പ്രശ്നം തീർക്കാൻ അവരവിടെ വന്ന് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയോ ആദരിക്കുന്നോ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ നാട്ടുകാർക്കൊന്നും പറയാനില്ല, ഒക്കെ തീർന്നു പോയി. ആ ഇടപെടുകൊണ്ട് ഒക്കെ തീർന്നു പോയി. ഈ ഫദ്ലുകൾ വല്ലാത്തൊരു ആളായിരുന്നു. അപ്പാൻ്റെ കഥ ഇങ്ങനെ പറയും. അള്ളാഹു അവരുടെയൊക്കെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുസ്ലിങ്ങൾ സത്യത്തിൽ ഇൽമ് ലദുന്യായ ഇൽമ് അവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഖുർആൻ ഓതിയാൽ അത് നല്ല റഹ്മത്തിൻ്റെ ആയത്ത് വരുമ്പോൾ ചിരിക്കുകയും അദാബിൻ്റെ ആയത്ത് വരുമ്പോൾ വലിയ ഗൗരവവും ബേജാറും കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഖുർആൻ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ
എഴുതിയത് കാണാം. ഏതായാലും ഒരു അത്ഭുത സംഭവമായിരുന്നു. ബഹുമാനപ്പെട്ട MK കോലിയാർക്ക് ഹാർട്ടിന് അസുഖമായിട്ട് വലിയ പ്രശ്നം വന്നപ്പോൾ ഇവിടെ വന്ന് വയത് പറയാൻ നേർച്ചാക്കിയ 2 ദിവസം വയത് പറഞ്ഞ് അസുഖം മാറിപ്പോയി. അങ്ങനെ എത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അർഹമുറാഹിമായ റബ്ബേ ഈ കേന്ദ്രത്തിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ മക്കൾ ബഹുമാനപ്പെട്ട അവർ ശറഫുദ്ദീൻ ജമലി തങ്ങളും ഒരു അനുജനും മക്കളും ഒക്കെ തന്നെ അവിടുത്തെ പാരമ്പര്യം നിലനിർത്തി സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേജുകളിൽ നിറഞ്ഞു നിന്ന് നിരന്തരം സേവനം ചെയ്യുന്ന മഹത്തുക്കളാണ്. അല്ലാഹു തആല ഇതൊക്കെ നിലനിർത്തിയിലുമാറാകട്ടെ. അവരെ പേരുള്ള ഈ സ്ഥാപനം ഖിയാമത്ത് വരെ വളരെ ഭംഗിയായി ഇവിടെ നിലനിർത്താൻ പരിസരവാദികളും അല്ലാത്തവരൊക്കെ വളരെ കൂടുതൽ ഉത്സാഹിച്ച് പ്രവർത്തിക്കുന്നത് വളരെയധികം പ്രശംസനീയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.